ആങ്കറിംഗ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ജുബൽ മേരി സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലൈംലൈറ്റിൽ ജുബൽ മേരി സജീവമല്ല. ഇതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ജുവൽ ഇപ്പോൾ. വിവാഹമോചനം, ക്യാൻസർ എന്നീ വിഷമഘട്ടങ്ങളിൽ താൻ അതിജീവിച്ചെന്ന് ജുവൽ മേരി പറയുന്നു. ധന്യപ്രമേയമുള്ള അഭിമുഖത്തിലാണ് ജുവൽ മനസ്സ് തുറന്നത്. 2015-ലാണ് ജുവൽ മേരി വിവാഹിതയായത്. ടെലിവിഷൻ പ്രൊഡ്യൂസർ ജൺസൺ സക്കറി ആയിരുന്നു ഭർത്താവ്. താനിപ്പോൾ നിയമപരമായി വിവാഹമോചിതയാണെന്ന് ജുവൽ മേരി പറയുന്നു. ഞാൻ വിവാഹിതയായിരുന്നു. പിന്നീട് ഡിവോഴ്സ് ചെയ്തു. ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ഒരാളാണ് ഞാൻ. പലരും അതൊരു കേക്ക് വാക്കായി കേട്ടിട്ടുണ്ട്. എന്നിങ്ങനെ ആയിരുന്നില്ല. ഞാൻ സ്ട്രഗിൾ ചെയ്തു, പോരാടി, ജയിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ഡിവോഴ്സായി 1 വർഷം ആകുന്നേ ഉള്ളൂ. 2021 മുതൽ ഞാൻ സ്റ്റെപ്പേർഡ് ആയി ജീവിക്കാൻ തുടങ്ങി. ജുവൽ മേരി പറയുന്നു. 2023-ൽ തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചെന്ന് ജുവൽ പറയുന്നു. 3-4 വർഷം കഴിഞ്ഞാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടിയത്. മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ 6 മാസം കൊണ്ട് കിട്ടും. മ്യൂച്വൽ കിട്ടാൻ വേണ്ടി ഞാൻ നടന്ന് കഷ്ടപ്പെട്ട് വാങ്ങിയ ഡിവോഴ്സാണ്. അന്ന് കയ്യിൽ സ്റ്റാർ സിംഗറൊക്കെ ചെയ്തതിൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഇനി ലൈഫ് ആസ്വദിക്കണം, എനിക്കൊന്ന് സന്തോഷിക്കണം എന്ന് കരുതി. അങ്ങനെ ലണ്ടനിൽ എനിക്കൊരു ഷോ വന്നു. ഒരുപാട് യാത്രകൾ ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിൽ വന്നു. കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചു. തിരികെ വന്ന് ഞാൻ ഇനിയും വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് 7 വർഷത്തെ മുകളിലായി തൈറോയ്ഡ് പ്രശ്നമുണ്ട്. പിന്നെ എൻ്റെ ഇന്റർനൽ ട്രോമയും PCOD, തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ടായിരുന്നത് റെഗുലർ ചെക്കപ്പിനായി പോയി. അന്ന് വരെ എനിക്ക് ലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു. ആകപ്പാടെ ചുമക്കുമ്പോൾ കഫം എക്സ്ട്രാ വരും. എപ്പോഴും തോട്ട് ക്ലിയർ ചെയ്യണം. ഒരു സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ BIC നേഴ്സിംഗ് പഠിച്ച ആളാണ്. അവർക്ക് മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കൈയും കാലും തണുത്തു തുടങ്ങി. കാരണം സ്കാൻ ചെയ്യുന്നവരുടെ മുഖം മാറുന്നുണ്ട്. നമുക്കൊരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാലുറഞ്ഞു പോയി. അത് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ. ഭയങ്കര പേടിയായിരുന്നു. ഇല്ല മാഡം, അതെടുക്കണം എന്ന് അവർ പറഞ്ഞു. അന്ന് തന്നെ ബയോപ്സി എടുത്തു. ഡോക്ടർ എനിക്ക് ഏകദേശം സൂചന തന്നു. 15 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരാൻ. ജുവൽ മേരി ലൈഫ് സ്ലോ ആയിപ്പോയി. റിസൾട്ട് വന്നപ്പോൾ ഒന്നുകൂടി ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി. സർജറി കഴിഞ്ഞപ്പോൾ സൗണ്ട് പോയി. അത് സ്വാഭാവികമാണ്. എല്ലാം ശരിയാകുമെന്ന് ജുവൽ മേരി വ്യക്തമാക്കി. ക്യാൻസറെ അതിജീവിച്ച് ഭേദമായ ശേഷം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ജുവൽ ഇപ്പോൾ. ആദ്യമായിട്ടാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ജുവൽ മേരി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നതും.